28 വയസ്സ് പ്രായമുള്ള ബിജു എന്ന് പറയുന്ന യുവാവും 26 വയസ്സ് പ്രായമുള്ള സുഷ എന്ന് പറയുന്ന യുവതിയും സ്നേഹിച്ച് വിവാഹം കഴിച്ചു എന്ന പേരിൽ ഭവനത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അന്യരാക്കപ്പെട്ട ഭാര്യയും ഭർത്താവും. കുടുംബമായി രണ്ടുപേരും ഒരുമിച്ച് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഒരു കൈക്കുഞ്ഞുണ്ടായി. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് സുഷ എന്ന് പറയുന്ന ഈ ഭാര്യ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിന് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് ജോലിക്കായിട്ട് പൊതുസ്ഥലത്തേക്ക് പോകുകയാണ്. ഈ പോകുന്ന അനുഭവത്തിൽ ഈ ഭർത്താവ്, ഈ അപ്പൻ ഈ കുഞ്ഞിനെ എടുത്ത് അതിന്റെ മൂർധാവിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, നമ്മൾക്കുണ്ടായ ഒരു ദുരനുഭവം, ബന്ധുക്കളാലും സകലരാലും ബഹിഷ്കരിക്കപ്പെട്ട ഒരു ദുരനുഭവം നമ്മുടെ കുഞ്ഞിനെ ഉണ്ടാകരുത്. അത്രമാത്രം സ്നേഹവും അത്രമാത്രം പരിചരണവും കൊടുത്തു വേണം കുഞ്ഞിനെ വളർത്തുവാനായിട്ട്. ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം ജോലിക്കായിട്ട് പോവുകയാണ്. ഇവൾ നേഴ്സ് ആയതുകൊണ്ട് രാത്രിയിലെ ആതുര ശുശ്രൂഷ കഴിഞ്ഞ് രാവിലെ വന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങുവാൻ കിടന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൾ ഞെട്ടി ഉണർന്നത് ഇപ്രകാരമാണ്. അവളൊരു സ്വപ്നം കണ്ടു. സ്വപ്നം തന്റെ ഭർത്താവിനെ ആക്സിഡന്റായി മരിച്ച് വെള്ളത്തുണി പതപ്പിച്ച് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് ഇവൾ സ്വപ്നം കണ്ടത്. ഇവൾ ഞെട്ടി ഉണർന്ന് വീണ്ടും അല്പസമയം കഴിഞ്ഞ് വീണ്ടും കിടന്ന് ഉറങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവളുടെ വീട്ടിലേക്ക് ഫോൺ സന്ദേശം വന്നു, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരിക. ഇവൾ ഇട്ടിരുന്ന ഡ്രസ്സുമായി ആ കൈക്കുഞ്ഞിനെയും വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഇവൾ കണ്ടതുപോലെ തന്നെ ICUവിൽ നിന്ന് വെളിയിലേക്ക് വെള്ളത്തുണി പതപ്പിച്ചുകൊണ്ടിരുന്ന ശരീരമാണ്. ഇത് കണ്ട അവൾ അവിടെ നിന്ന് ഒരു നിമിഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ലാസറിനെ ഉയർപ്പിച്ചവനായ ദൈവമേ, എന്റെ ഭർത്താവിന് നീ ജീവൻ നൽകണമേ. സകലതും നഷ്ടപ്പെട്ടു എന്ന് കരുതി ആകെ ആശ്രയവും സന്തോഷവും ആശ്വസിപ്പിക്കുവാനും സമാധാനവുമുള്ള ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിമിഷങ്ങളിൽ വൈദ്യശാസ്ത്രം മരണത്തിന് വിധി എഴുതി കൊടുത്തപ്പോൾ 26 വയസ്സുള്ള ഒരു യുവതി കുഞ്ഞിനെയും എടുത്ത് അവൾ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്, ലാസറിനെ ഉയർപ്പിച്ചവനായ ദൈവമേ, എന്റെ ഭർത്താവിന് ജീവൻ നൽകണമേ. 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവം. അവളുടെ പ്രാർത്ഥനയുടെ ആഴമേറിയ സൗരഭ്യം, അവളുടെ കണ്ണുനീരിന്റെ ആഴമേറിയ ബോധത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവത്തിന് പോലും കണ്ണു തുറക്കാതിരിക്കുവാനായിട്ട് സാധ്യമായി തീരുകയില്ല. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബോഡി കൊണ്ടുവരുന്ന അവസരത്തിൽ 4 നേഴ്സുമാരും അതിനോട് കൂടെയുണ്ട്. ഒരു നേഴ്സിന്റെ കൈ സ്പർശിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ ചെറിയ പൾസ് അനുഭവപ്പെട്ടു. അവന്റെ കയ്യിൽ നിന്ന് തിരികെ ICU യൂണിറ്റിലേക്ക് കയറ്റി. 6 മാസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അതിശ്രേഷ്ഠമായി കുടുംബജീവിതം സമാധാനത്തോടുകൂടി നയിക്കുന്നു. പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രം വിധി എഴുതുന്നിടത്ത് ലോകം തള്ളപ്പെട്ടവനെന്നും മരിച്ചവനെന്നും നിർജീവമായെന്നും വിധി എഴുതുന്നിടത്ത് ദൈവം നമ്മുടെ മേൽ കുറിക്കുന്ന ഒരു വിധിയുണ്ട്. ആരെല്ലാം തള്ളിക്കളയുമ്പോഴും ആരെല്ലാം നമ്മെ അപഹാസ്യരാക്കുമ്പോഴും നമ്മളെ പരിഹസിക്കുമ്പോഴും ദൈവം നിന്റെ മൂർധാവിൽ എഴുതുന്ന ഒരു വിധിയുണ്ട്. ആ വിധിയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവന് ദൈവം തമ്പുരാൻ ഇവളുടെ പ്രാർത്ഥന, ഇവളുടെ കണ്ണുനീര് മൂലം വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഇത്രമാത്രം ആശ്വാസം പകർന്ന് ഇവളോട് മനോരമയുടെ 2011 ഡിസംബർ മാസം 22-ാം തീയതി വന്ന സപ്ലിമെന്റിലെ ജീവിതാനുഭവമാണിത്. ഈ അനുഭവത്തിൽ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മറ്റുള്ള ആരും തളർന്നു വീഴുന്ന അനുഭവത്തിൽ, മറ്റുള്ളവർ ബോധം കെട്ട് വീഴുന്ന അനുഭവത്തിൽ ഈ പിഞ്ച് 8 മാസത്തോളം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും എടുത്ത് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുണ്ടായ കാരണം? അവൾ പറഞ്ഞു, എന്റെ മനസ്സിൽ ഏത് പ്രതികൂലതയുടെയും
ഏത് പ്രതിസന്ധിയുടെയും ആപത്തിന്റെ നടുവിൽ എന്റെ മനസ്സിൽ പൊന്തിവരുന്ന ഒരു വേദവാക്യമുണ്ട്. എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സമാശ്വസിപ്പിക്കുന്ന ഒരു വേദവാക്യമുണ്ട്. അതേതാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു. അവള് പറയുകയാണ്, ദൈവത്തിന്റെ ശക്തിമത്തായ വചനമാണ് എന്റെ ജീവിതത്തിൽ ആഴമായി എന്നെ ഭരിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും ഏത് തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തയാക്കുന്നത് ഈ ദൈവവചനം.